നീ പോകുന്നിടത്തൊക്കെ ശുഭമായിരിക്കണം. ദൈവത്തിൻ്റെ വചനം ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാതെ നീ അങ്ങനെ ജീവിച്ചാൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നെ വളരെ ഉണർത്തിയതായ വേദഭാഗങ്ങളാണ്. ആ വായിച്ച വാക്കത്തെ ആ യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യോശുവയോട് മോശ പറഞ്ഞു, നീ ശുഭമായിരിക്കും. നീ പോകുന്ന ഇടങ്ങളിൽ, ആക്കുന്ന ഇടങ്ങളിൽ. ശുഭമെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ദൈവകൃപയിൽ ബലകരമായും നിലനിൽക്കും. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവേ എല്ലാ കാലത്തും, നല്ല കാലം, ദുഃഖകാലം, കഷ്ടകാലം, രോഗകാലം, ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും കൂടെ നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ബലകരമായി ശുഭകരമായി നിൽക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എന്നെ ഉള്ളത്തെ ഉണർത്തിയതായ, നമ്മൾ പലപ്പോഴും കേൾക്കുകയും പറയുകയും ചെയ്തതായ, പഴയ നിയമകാലത്ത് പ്രവാസിയായി ജീവിച്ചതായ ഒരു മനുഷ്യൻ ശുഭകരമായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 28-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 28-ാമത്തെ വാക്യം. ആരെങ്കിലും ഒരാൾ എടുത്തെങ്കിൽ വായിക്കാം. എന്നാൽ ദാനിയേൽ ദാരിയാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരസിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. പല രാജാക്കന്മാർ ഭരിച്ച വാണ കാലയളവിൽ ദൈവത്തിൻ്റെ ദാസൻ, പ്രാർത്ഥനാ മനുഷ്യൻ, ദൈവത്തെ ആരാധിച്ചതായ, പ്രവാസിയായി കഴിഞ്ഞുകൂടുന്നതായ ദാനിയേലിനെ കുറിച്ച് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുവാണ്. എന്നാൽ ദാനിയേൽ പല രാജാക്കന്മാർ ഭരിക്കുന്ന കാലയളവിലും അവൻ്റെ ജീവിതം ശുഭകരമായിരുന്നു. 2025 7-ാം മാസം 2-ാം ദിനത്തിൽ, ഈ മനോഹരമായ ദിനത്തിൽ നമുക്കൊന്നിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ ജീവിതം തോറ്റുപോകുന്ന ജീവിതമല്ല, പരാജയപ്പെടുന്ന ജീവിതമല്ല, സംശയിക്കുന്ന ജീവിതമല്ല, പിന്മാറുന്ന ജീവിതമല്ല. ദൈവം ഞങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമായി ഫലകരമായി നിൽക്കുവാൻ, കൃപാവരങ്ങളിൽ ജ്വലിച്ചു നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ചെറിയ ധ്യാനമാണല്ലോ. എന്താണ് ഈ പ്രവാസിയായി ജീവിച്ചതായ ദാനിയേൽ എന്ന മനുഷ്യൻ ശുഭകരമായി ഫലകരമായി ദൈവകൃപയിൽ നിലനിൽക്കാൻ ഇടയായ പ്രത്യേകത? 4 കാര്യങ്ങൾ പറയാം. 1 അധ്യായം 8-ാമത്തെ വാക്യം. ദാനിയേൽ 1:8. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ട്, അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഒരു ഉടമ്പടി ചെയ്യുവാണ്. വിശ്വാസികളായി നമ്മൾ, ക്രിസ്ത്യാനികളായി നമ്മൾ, കുർബാന കൊള്ളുന്നവരായി നമ്മൾ, കൂട്ടായ്മക്കാരായ നമ്മൾ, ഒരു ഉടമ്പടിയുടെ അനുഭവമാണ്. ദാനിയേൽ പറയുവാണ്, എൻ്റെ ഹൃദയത്തെ ഞാൻ കേട്ടില്ല. എന്തോ മക്കളെ വായിച്ചതാ? അതന്നെ ഞാൻ പ്രസംഗിച്ചിരുമല്ലോടി. അപ്പോൾ ഇങ്ങോട്ടൊക്കെ എൻ്റെ മുഖത്തോട്ട് ദാനിയേൽ പറയുവാണ്. എന്തോ വായിച്ച പുസ്തകം നോക്കണ്ട, നോക്കാം. എൻ്റെ ഹൃദയത്തെ ഞാൻ അശുദ്ധമാക്കേയില്ല. രാജാവ് പറഞ്ഞാലും, മന്ത്രി പറഞ്ഞാലും, തന്ത്രി പറഞ്ഞാലും, നേതാവ് പറഞ്ഞാലും, ഏത് വ്യക്താവ് പറഞ്ഞാലും എൻ്റെ ജീവിതത്തെ മലിനപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കുകയില്ല. ഞാൻ അതിനിങ്ങനെ പേര് നൽകും. ദാനിയേൽ ഉടമ്പടി, വിശുദ്ധിയുടെ ഒരു പ്രഖ്യാപനമാണ്. എൻ്റെ ഹൃദയത്തെ ഞാൻ അശുദ്ധം, കൈയടിക്കാം, പാട്ടുപാടാം, പ്രസംഗിക്കാം, കുർബാന കൊള്ളാം, ഒന്നും പ്രശ്നമില്ല, അതിന് വലിയ ഭാരമില്ല. എന്നാൽ തരംഗത്തിൽ വന്ന ദൈവമക്കളെ, എൻ്റെ നിങ്ങളുടെ ജീവിതം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാതലായ അനുഭവമാണ് ഉടമ്പടി, അർപ്പണം, വിശുദ്ധിയുടെ ജീവിതം. 4-ാം സങ്കീർത്തനം 3-ാം വാക്യമുണ്ട്, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചു. ഇപ്പോൾ ആരാണ് വിശ്വാസി, ആരാണ് ക്രിസ്ത്യാനി, ആരാണ് പ്രസംഗിക്കുന്നവർ തിരിച്ചറിയാത്ത ഒരു കാലഘട്ടമാണ്. ദാവീദ് ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ
കുറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളെ, എന്നെ പഠിപ്പിച്ച അനേക വൈദികന്മാരാ മാർത്തോമാ സഭാ ജനങ്ങൾ, പിതാക്കന്മാർ വളർത്തി. ഞാനിങ്ങനെ ദൈവകൃപയിൽ 50ഓളം വർഷമായി നിൽക്കുന്ന ഒരാളാണ്. വളരെ വിനയമായി കേൾവിക്കാൻ, ലൈവായി കേൾക്കുന്നവരെ, വലിയവരെ, ചെറിയവരെ, മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ ദൈവമക്കളായി നമ്മൾ നമ്മുടെ ജീവിതം ഉടമ്പടി ചെയ്യണം. സ്തോത്രം. പാപത്തിനെതിരെ, അശുദ്ധിക്കെതിരെ, മോഹത്തിനെതിരെ, ജഡത്തിനെതിരെ, അഴിമതിക്കെതിരെ, കൈക്കൂലിക്കെതിരെ ഒരു തീരുമാനം. ഒറ്റ സ്ത്രീകൾ പുരുഷന്മാർ സിനിമ കണ്ടേക്കരുത്. കേട്ടോന്ന് എന്നെ കൊല്ലാനുള്ള നോട്ടമാ നോക്കിയത്. നിങ്ങളോട് നോക്ക. ഞാൻ 50 വർഷമായി സിനിമ കാണത്തില്ല, സീരിയൽ കാണത്തില്ല, അശുദ്ധിക്ക് കൂട്ടു നിൽക്കത്തില്ല, പാപത്തിന് കൂട്ടു നിൽക്കത്തില്ല, മോഹങ്ങൾക്ക് അടിമയായി പോകുകയില്ല. ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് രാവിലെ തരംഗത്തിൽ നമ്മൾ കൂടി വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ ആഴത്വം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉടമ്പടി ചെയ്യണം. കേട്ടോന്നെ, ഒരു സ്ത്രീയും ഭർത്താവിനെ ഭരിക്കരുത്. കേട്ടോ? ചിരിച്ചൊരു അമ്മാമ്മയുടെ ഷേപ്പ് മാറിപ്പോയി. മോനെ, നിന്റെ ഭാര്യ വന്നിട്ടുണ്ടോടാ? ഉണ്ടോ? ഭാര്യ ഉണ്ടോ ഇവിടെ? അതും ഗുണമായിടാ. അപ്പോൾ ഉടമ്പടി എന്നെ ഭാഗത്ത് നോക്കാം. നിങ്ങൾ സാധാരണ ഈ പ്രസംഗ ശൈലിയല്ല എൻ്റെ. ഞാൻ വളരെ വിനയമായി നിങ്ങളുടെ മുഖം നോക്കി പറയട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു ഉടമ്പടി അനുഭവം. ഏറ്റവും എന്നെ ആകർഷിക്കുന്ന മനുഷ്യനാണ് ജോസഫ്. അവനെ പാപം ചെയ്യുവാൻ, മലിനപ്പെടുത്തുവാൻ പൊത്തിപ്പന്റെ ഭാര്യ അവനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ പറയുന്നു, ഓടി മാറി. ജോസഫിന്റെ ജീവിതം വിശുദ്ധി സൂക്ഷിച്ചവനാണ്. ദൈവമക്കളെ, മാരാമണ മഹായോഗത്തിൽ നമ്മുടെ പിതാക്കന്മാർ മെത്രാപ്പോലത്തേക്ക് ഇപ്പോഴും കൽപ്പന അയക്കുമല്ലോ. എന്തോ ഡ്രസ് ധരിച്ച പള്ളി കൺവെൻഷൻ വരണ്ടിയ എന്തോ മക്കളെ, ശുഭ്രവസ്ത്രം. കൃപ മറ്റേ കുഞ്ഞിൻ്റെ പേരിനടി കരുണ. നിങ്ങളൊന്നും വലിയ സ്നേഹമല്ലേ? ദൈവം അച്ഛൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് 2 കുഞ്ഞുങ്ങളാ. ഞാൻ മുൻപോട്ട് പോട്ടെ. നീ കരുണ കേട്ടില്ല. എന്താ പറയുന്നത് അറിയാമോ? ഉടമ്പടി. അപ്പൊ ഇന്ന് വന്ന ദൈവമക്കൾ പ്രവാസികളായോ, ചെങ്ങന്നൂരിലോ, തരംഗത്തിലോ, പുല്ലട്ടോ, എവിടെയാണേലും, ഏത് മേഖല ദൈവം അയച്ചാലും, എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ചെറിയ ജീവിതം വിശുദ്ധിയിൽ ജീവിക്കാൻ, ഭക്തിയിൽ ജീവിക്കാൻ, നേരിൻ്റെ വഴി ജീവിക്കുവാൻ, ദൈവകൃപയെ ജീവിച്ചാൽ, തരംഗത്തിൽ കാലുകുത്തുന്നവർ, ജോലി ചെയ്യുന്നവർ, ഇവിടെ കൃഷി ചെയ്യുന്നവർ, ഈ മേഖലയിൽ ഒക്കെ ആര് വന്നാലും അവർ വേർപെട്ട ജീവിതത്തിന് ഉടമയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ മദ്യപാനവും അടിപിടിയും കത്തിക്കുത്തുമൊക്കെ വിട്ടുകളഞ്ഞിട്ട് 50 വർഷമായി. അവിടെ പ്രിയപ്പെട്ട ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ യേശുവിൻ്റെ ജീവൻ. നമ്മളെ അടിമപ്പെടുത്തുന്ന പല കാര്യങ്ങളാണല്ലോ. ഇൻ്റർനെറ്റ്, ഇമെയിലും ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും തെറ്റും പാപമൊന്നുമല്ല. മൊബൈലൊക്കെ നമ്മുടെ പിള്ളേർ ഒത്തിരി ആകർഷിക്കും. എനിക്ക് ഈ കുട്ടികളെക്കാളും പലപ്പോൾ ചിരിക്കും. വലിയമ്മമാരെല്ലാം മൊബൈൽ കണ്ട് ഒളിച്ചോടി പോവാ. ആടാ, സ്തോത്രം. ഒരെണ്ണോ സ്തോത്രം പറഞ്ഞില്ല. ഭയത്തോട് അച്ഛനായ ഇല്ലാത്തതുകൊണ്ട് അച്ഛന്മാരോട് ചേർത്ത് ഞാൻ പറഞ്ഞേന്. അവിടെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ദാനിയേൽ പറയുവാണ്, എൻ്റെ ഹൃദയം ലൈവായി കണ്ടോരിക്കുന്ന ലോകത്തിൽ എവിടെയാണേലും, ഏത് രാജ്യത്താണേലും, സഭയിലെ ആരാണേലും, ഏത് വ്യക്താവാണേലും അനുഗ്രഹമായി പോകണമെങ്കിൽ, ശുഭകരമായി പോകണമെങ്കിൽ, ഫലകരമായി പോകണമെങ്കിൽ നമ്മുടെ ചെറിയ ജീവിതം ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കണം. ഹല്ലേലൂയ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മൾ തീരുമാനിച്ചാൽ നമ്മെ നടത്താൻ ദൈവം മതിയാവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയത് ഒരു ചരണം പാടിക്കേ. മക്കളെ പാടുന്നത് ചേർന്ന് പാടിക്കേ. എന്തതിശയമേ ദൈവത്തെ സ്നേഹം. കൈയടിച്ചു പാടാ. ദൈവത്തെ സ്നേഹം അതു ചിന്തയില്ല. ഞാനും
അതിശയമേ ദൈവ ഗ്ലോറി. എല്ലാവരും നല്ലവണ്ണം കൈയടിച്ച് പാട്ടുപാടി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ വന്നു ചേർന്നു, ഒക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും താളമേളം കൊണ്ട് നല്ല കൈയൊക്കെ അടിച്ച് പാട്ടുപാടും. എല്ലാവരും സ്ത്രീകൾ സേവീയ സംഘത്തിന് പോകുന്നുണ്ടോ? പള്ളി പോകുന്നുണ്ടോ? അല്ല, സ്വർഗീയ വിരുന്നിലും പെന്തിക്കോസ്തിലും പോയേക്കരുത്. പുരുഷന്മാരും മാതാപിതാക്കൾ ഇടോ മിഷന് പോകണം. ഞാൻ 50 വർഷമായി മാർത്തോമാ സഭയുടെ ഡിസിപ്ലിനിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളാണ്. കൂർലോസ് തിരുമേനി വൈദികനായി 1978 എൻ്റെ ഓർമ്മ. ബാംഗ്ലൂർ ജാലഹളി മാർത്തോമ പള്ളി അച്ഛനായിരുന്നു ചീരൻ അച്ഛൻ. അന്ന് പരിചയപ്പെട്ട കൂർലോസ് തിരുമേനിയുമായി കഴിഞ്ഞ അനേക നാളത്തെ ബന്ധു സ്നേഹമുണ്ട്. നമ്മുടെ സഭയുമായി നമ്മുടെ എല്ലാ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കത്തോട് പോകണം നമ്മുടെ സഭാജനങ്ങൾ. എൻ്റെ ഈ ഏറ്റവും മനോഹരമായൊരു സ്ഥലത്താണ് പമ്പ തീരത്ത് ഈ തരംഗം. സ്തോത്രം ചെയ്ത് പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കാൻ ദൈവം സഹായിച്ചു. ഞാൻ അതുകൊണ്ട് ദൈവമക്കൾ ചാടുക, സ്തോത്രം ചെയ്യുക, ഒന്നും കുഴപ്പമില്ല. ഉണ്ടോ ചോ? നമ്മുടെ അച്ഛൻ്റെ കുഞ്ഞുങ്ങളുടെ പാട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ മുൻപോട്ട് പോയേ ജീവിതം. 1-ാം ഞായറാഴ്ച നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പള്ളി പാഠം വായിച്ച യോശുവയുടെ പുസ്തകവുമായി ചേർന്നാണ് ഞാൻ പറഞ്ഞത്. യോശുവ പറഞ്ഞു, മോശ പറഞ്ഞു, യോശുവയെ നീ പോകുന്നിടത്ത് ശുഭമായിരിക്കണം. പഴയ നിയമകാലത്ത് പ്രവാസിയായി ജീവിച്ചതായ ദാനിയേൽ ശുഭമായിരുന്നതിൻ്റെ ഘടകം ഒന്ന്, അവൻ്റെ ജീവിതം ഉടമ്പടി ചെയ്തു വിശുദ്ധമായ ജീവിതത്തിന്. എന്തോ മക്കളെ? വിശുദ്ധമായ ജീവിതത്തിന്. ഈ പാപവും മ്ലേച്ഛതയും അനീതി പെരുകിയ ഒരു കാലഘട്ടമാണ്. വളരെ അശുദ്ധി പെരുകിയ കാലഘട്ടമാണ്. കേരളത്തിൽ നമ്മുടെ അടുത്തല്ലേ 62 പേര് പെൺകുട്ടിയെ പീഡിപ്പിച്ച ഈ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതികളുള്ളത് നമ്മുടെ മേഖലയാണ്. ആറാട്ടുപുഴയ്ക്ക് അടുത്തുനിന്ന് 10 കിലോമീറ്റർ ഉള്ളിലാണ് ഈ 62 പ്രതികളും ഉള്ളവരുടെ വീട്. പുല്ലാടും കുമ്പനാടും മാരാമണ്ണും ആറന്മുളയും ചെങ്ങന്നൂരും പത്തനംതിട്ട മേഖലയുള്ള 62 പുരുഷന്മാർ 17 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച അവസ്ഥ. മ്ലേച്ഛത പെരുകിയിരിക്കുവാണ്. അവിടെ ദൈവമക്കളെ, നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങളുടെ ജീവിതങ്ങൾ വിശുദ്ധമായ വഴി ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഈ ദിവസങ്ങൾ നമ്മുടെ എല്ലാ സഭകളും ഹൈന്ദവ സംഘടന മുഴുക്ക മദ്യത്തിനെതിരെ വളരെയധികമായ പ്രബലപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുവാണ്. നമുക്കറിയാമുള്ള 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ വന്ന കുഞ്ഞ്, അവൻ്റെ മദ്യപിച്ച് മതോമത്തനായാണ് നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ പരീക്ഷ എഴുതാൻ വന്നത്. ടീച്ചർ അവനെ പിടിച്ചു പരിശോധിച്ചപ്പോൾ ബാഗ് നിറയെ മദ്യക്കുപ്പി, 10,000 രൂപ. അവനെ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പിച്ച് SI പാർട്ടിയും വന്നാണ് അവനെ പരീക്ഷ എഴുതിപ്പിച്ചത്. ക്ലാസ്സിൽ കയറ്റിയില്ല. ഞാൻ വിവരിക്കുന്നില്ല. ഇങ്ങനെ മ്ലേച്ഛത പെരുകുന്ന ലോകത്തിൽ തരംഗത്തിൽ വന്ന ദൈവമക്കളുടെ ജീവിതം ശുഭകരമായി ഫലകരമായി ദൈവകൃപയിൽ നിലനിൽക്കണമെങ്കിൽ ദാനിയേൽ എന്ന മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഹൃദയത്തെ ഞാൻ അശുദ്ധമാക്കിയില്ല. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പോക്കറ്റിലെ പേഴ്സിലെ പണം, ഞങ്ങളുടെ ബെഡ്റൂം, ഞങ്ങളുടെ രഹസ്യ ജീവിതം, ഞങ്ങളുടെ ആളത്വം വേർപെട്ട ഒരനുഭവത്തിൽ വിശുദ്ധിയോട് ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. തീരുമാനിച്ചാൽ നമ്മെ നടത്താൻ ദൈവം മതിയായവനാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവ ഇഷ്ടത്തിനായി ദോഷം വിട്ടകുന്ന വിശുദ്ധിയോട് ജീവിക്കുവാൻ എന്നെ ഒരുക്കണമേ എന്ന് തീരുമാനിച്ചാൽ രാജകുമാരനെ പോലെ നടത്താൻ ദൈവം മതിയായവനാ. ഹല്ലേലൂയ. 2 ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 9-10 വാക്യം ഒന്ന് വായിച്ചാട്ടെ. താൻ മുൻപ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ. 2ാമത്തെ പോയിന്റ് എഴുതിയെടുക്കുന്നവർക്ക് പറയാം, ദാനിയേൽ പ്രതികൂലങ്ങളിൽ പ്രാർത്ഥിച്ചു. എപ്പോഴാ മക്കളെ? പ്രതികൂലങ്ങളിൽ പ്രാർത്ഥിച്ചു. ദാനിയേൽ അറിയാം, പ്രാർത്ഥിച്ചാൽ
പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മോൻ, അനേക വിഷയങ്ങൾ ഇവിടെ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവ മക്കളോട് പറയട്ടെ, ഇന്നല്ലേ നാളെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് പെട്ടെന്ന് ഓക്കൽ കോണിന് ക്യാൻസർ എന്ന് പറഞ്ഞതാണ്. മുത്തൂറ്റ് മുതൽ വെല്ലൂർ വരെ ചികിത്സയുമായി ബന്ധപ്പെട്ടു. ഓക്കൽക്കോട് പൊട്ടി പഴുത്ത പ്രശ്നമായി 2 മാസം പ്രസംഗിച്ചില്ല. ബുള്ളറ്റിലാണ് അനേക നാളുകൾ യാത്ര ചെയ്തത്. ആ യാത്രയിലൊക്കെ വലിയ പ്രയാസങ്ങളുണ്ടായി. പ്രസംഗമെല്ലാം നിർത്തി. ചെങ്ങന്നൂർ വലിയ പള്ളിയുടെ മുൻ വികാരിയായി MS വർഗീസച്ചൻ എൻ്റെ പള്ളിയിൽ, ആനമല പള്ളിയിൽ വികാരിയായിരുന്നു. ഞാൻ വെല്ലൂരിലൊക്കെ പോയി കിംസ് ഹോസ്പിറ്റൽ എനിക്കൊരു മേജർ സർജറി നടത്തി എൻ്റെ തൊണ്ടയ്ക്ക്. അന്നേരവും അറിയുന്നില്ല. ബയോപ്സിക്ക് വെയിറ്റ് ചെയ്തു. ഞങ്ങളുടെ പള്ളിയിലെ കുർബാന മധ്യത്തിൽ ഞാൻ ആനമല പള്ളിയിലെ അനേക വർഷമായി പള്ളിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ 1 വർഷമായി മാറി നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ പള്ളിയുമായി സഭയുമായി നല്ല ബന്ധത്തിൽ കഴിയുന്ന ഒരു ചുറ്റുപാടിൽ എനിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ പ്രസംഗമെല്ലാം നിർത്തി വളരെ ഭാരപ്പെട്ട ചുറ്റുപാടിൽ ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛൻ ആ വിശുദ്ധ കുർബാനയിൽ പ്രസംഗിക്കുമ്പോൾ ഓർത്തു, ജോയ് പുല്ലാടി ഇനി ഒരിക്കലും പ്രസംഗിക്കില്ലല്ലോ. അച്ഛന്മാരൊക്കെ എന്നോട് ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, തോമസ് അച്ഛനും ഞാനുമൊക്കെ വലിയ ഊഷ്മളമായ ബന്ധമുണ്ട്. അച്ഛന്മാരും മെത്രാച്ചന്മാരും അടക്കം സഭാജനങ്ങളുമായി എനിക്ക് വലിയ ബന്ധവും സ്നേഹമൊക്കെയാണ്. ഞാൻ അവരെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞങ്ങളുടെ വികാരി അച്ഛൻ വളരെ ഭാരപ്പെട്ടു. അന്നത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നെ മുൻപോട്ട് വിളിച്ചു, ജോയ് പുല്ലാടി കൊണ്ട് മുൻപോട്ട് വരും. ഞാനവിടെ മധുപാടമ്പിൽ മുട്ടുകുത്തി. അച്ഛൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്ക് വേണ്ടി സ്പെഷ്യലായി മധുവാട മുൻപിൽ അച്ഛൻ പ്രാർത്ഥിച്ചു. ഞാൻ തരംഗത്തിൽ വന്ന ദൈവ മക്കളോട് പറയട്ടെ, ആ പ്രിയപ്പെട്ട അച്ഛൻ്റെ ഒരുക്കത്തോടെ പ്രാർത്ഥന എൻ്റെ ഓക്കൽ കൊണ്ട് ക്യാൻസർ എന്ന വിഷയത്തിന്മേൽ അത്ഭുതകരമായി ദൈവ സൗഖ്യം നൽകി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ പറയട്ടെ, എനിക്ക് ശബ്ദം ഇരട്ടിയായി പിന്നെ നൽകി വിവരിക്കുന്നില്ല. ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊണ്ട് സ്തോത്രം ചെയ്യുക. നിന്റെ ഹാർട്ടിന്മേൽ, നിന്റെ നാഡീ നിറമ്പുകളുമേൽ, നിന്റെ രോഗബന്ധനത്തിനുമേൽ, നിന്റെ പൈശാചി ബന്ധനത്തിന്മേൽ, നിന്റെ അന്ധകാര ശക്തിയുടെ, നിന്നെ അലട്ടുന്ന എല്ലാ ബന്ധനങ്ങളുമേൽ യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ കര നിന്നെ വിടുവിക്കാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലൊക്കെ കുടുംബ പ്രാർത്ഥനയുണ്ടോ? കാരണം കയ്യത്തില്ലേ, കുടുംബ പ്രാർത്ഥനയുണ്ടോ? ഉണ്ടോന്ന് ഇന്ന് രാവിലെ കുടുംബ പ്രാർത്ഥന നടത്തിയോ? നേരെ പറയാവൂ, പ്രാർത്ഥനയുണ്ടോന്ന്. പപ്പായും മമ്മിയും കുഞ്ഞുങ്ങളുമായി ഒന്നിച്ച് പ്രാർത്ഥിക്കുക. സഭയ്ക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി, പ്രതിപക്ഷ നേതാവിന് വേണ്ടി, മോദിജിക്ക് വേണ്ടി, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി, ജാതി മത സഭ വ്യത്യാസമില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഉണർന്നരുതേ, സ്തോത്രം ചെയ്യേ. ഒന്ന് നല്ല ചൊടിച്ച് നിൽക്കണം. എനിക്ക് വയസ്സൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് പ്രിയമുള്ള നല്ല കുതിച്ച് നിൽക്കണം. എങ്ങനെ ഇരിക്കണം? മക്കളെ? കരുണ എങ്ങനെ ഇരിക്കണം? പറഞ്ഞു. ഒന്നും കഴിച്ചില്ലേ? കരുണയും കൃപയും അവരുടെ പാട്ട് എനിക്ക് ഏറ്റവും ആവേശം പകർന്ന. മോൻ പറഞ്ഞ വാക്യം തന്നെ ഞാൻ പ്രസംഗിച്ച പാട്ടിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. സമയപരിധികളുണ്ടാവാൻ ഞാൻ നിർത്തട്ടെ. അപ്പോൾ പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ ഒന്ന് തൊട്ടാൽ, ഇന്ന് രാവിലെ തരംഗത്തിൽ വന്ന നിന്റെ അനേക നാളുകളിലെ വിഷയത്തിമേ തൊടാൻ ദൈവം മതിയാവനാ. നിന്റെ ഭാരം മാറ്റുവാൻ, നിന്റെ കടഭാരം മാറ്റുവാൻ, നിന്റെ ഞെരുക്കം മാറ്റുവാൻ, രോഗബന്ധനത്തെ ശാസിക്കുവാൻ യേശുവിൻ്റെ നാമ മതിയായതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്ബസ് വിഷയം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അതിരിനെ ദൈവം വിസ്താരമാക്കി. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഹന്നായുടെ പ്രാർത്ഥന മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഏലിയാവ് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു. നെഹമ്യാവ് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവർക്കറിയാം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് എല്ലാവരും 2 കരമടിച്ച് സ്തോത്രം ചെയ്യാം. കരമടിച്ച് സ്തോത്രം ചെയ്യാം. തരംഗം ചലിക്കട്ടെ. ചെങ്ങന്നൂർ മാവേലിക്കര ചലിക്കട്ടെ. ഭദ്രാസനത്തിന് മേൽ, കുടുംബങ്ങളുടെ മേൽ. ഹല്ലേലൂയ. മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ ഒരാത്മ ചൈതന്യം പകരട്ടെ. മെത്രാപ്പോലിത്ത മുതൽ എല്ലാ ബിഷപ്പുമാരുടെ മേൽ, എല്ലാ വൈദികന്മാരുടെ മേൽ, എല്ലാ ജനങ്ങളുടെ മേൽ ഒരാത്മീയ ചൈതന്യത്തോട് ഉയരുവാൻ കൃപ പകരണമേ. ഹല്ലേലൂയ. തിരുഡോസസ് മെത്രാപ്പോലിത്ത
എന്നെ സാംകെ ഉദിപ്പിനെയും വിളിച്ചു പറഞ്ഞതാണ് തരംഗത്തിൽ ഒരു യോഗം നടത്താൻ. 2023 ഓഗസ്റ്റ് മാസം 1-ാമത്തെ ബുധനാഴ്ച നമ്മൾ കൂടി വന്നപ്പോൾ 1000-ലധികം പേര് വന്ന് കൂടിയല്ലോ. വളരെ ജനങ്ങൾ, 3 ബിഷപ്പുമാര് വഴിക്കാൻ ഇടിയായ ഘടകം അതും കൂടിയാണല്ലോ. വലിയൊരു അനുഗ്രഹത്തെ മെത്രാപ്പോലീത്തയും അന്നത്തെ അധീപനായിരുന്ന തോമസ് തിരുമേനിയും വന്നു. സഭാ സെക്രട്ടറി CV സൈമണസൻ ഉൾപ്പെടെ എത്രയോ അനുഗ്രഹമേറിയ റോഡും ചുറ്റുപാടും മുഴുക്ക നിറഞ്ഞ് കവിഞ്ഞൊരു ജനക്കൂട്ടം. ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ, ആരോഗ്യമുണ്ടെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. കാലുമടക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങളായിരിക്കുന്ന മേഖലയെ പ്രാർത്ഥിച്ചാൽ മതി. ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ പ്രാർത്ഥനയെ യാതനെ കഴിഞ്ഞ എൻ്റെ 50 വർഷത്തെ അനുഭവത്തിൽ ഈ കൊച്ചു പ്രാർത്ഥനയ്ക്കാണ് മറുപടി. ശ്രദ്ധിച്ചേ, ആഗർ ഒരു തുരുത്ത് വെള്ളം ദൈവത്തോട് ചോദിച്ചപ്പോൾ മറുപടി ദൈവം കൊടുത്ത ഒരു നീര ഉറവയാണ്. ഹല്ലേലൂയ. മാർത്തോമാ സഭയുടെ ചരിത്രം അറിയാമോ? 1970 അന്നത്തെ മെത്രാപ്പോലീത്ത യോഹന്നാൻ തിരുമേനി, പോളത്തിരകളെ PC കോശി അൽമായ ട്രസ്റ്റിയാണ്. ഇന്ന് അൽബ ട്രസ്റ്റി അൻസൽ എൻ്റെ പ്രിയപ്പെട്ട പള്ളിയിലെ മെമ്പർ കൂടിയാണല്ലോ. 1970 പണമൊന്നും സഭയ്ക്കില്ല. അന്നത്തെ മെത്രാപ്പോലീത്ത PC കോശിക്ക് ഒരു കത്ത് കൊടുത്തയച്ചു. ഇന്ന് 35,000 രൂപയുടെ ആവശ്യമുണ്ട്, അത് വളരെ അത്യാവശ്യമായി തരണം. പണമില്ലാത്ത മാർത്തോമാ സഭ. ആ ലെറ്ററിൻ്റെ കോപ്പി മുൻ സഭാ സെക്രട്ടറി ഉമ്മൻ ഫിലിപ്പിൻ്റെ കയ്യിലുണ്ട്. ഞാൻ വിവരിക്കുന്നില്ല. നമ്മുടെ കഴിഞ്ഞകാല ഞെരുക്കങ്ങൾ, ഭാരങ്ങൾ, സഭാ പിതാക്കന്മാർ നമുക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൈവിട്ടില്ല. സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വീട്ടിൽ മദ്യപാനികളുടെ ഭർത്താക്കന്മാരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭർത്താക്കന്മാരൊക്കെ കുടിക്കുന്നവരുണ്ടോ? ഞങ്ങൾ സ്ത്രീ പറഞ്ഞ്, എൻ്റെ ഭർത്താവ് എത്ര കുടിച്ചാലും ഒരു ഗുണമുണ്ട്, പ്രാർത്ഥിക്കാതെ കിടക്കത്തില്ല. ഞാൻ പറഞ്ഞ് പോക്ക. മദ്യപാനത്തെക്കാളും തെറ്റാ നുണ പറയുന്നത്. ഒരു അമ്മാമ്മയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മദ്യപാനത്തെക്കാളും വിഷമാണ് നുണ പറച്ചിൽ. ഞാൻ മുൻപോട്ട് പോട്ടെ. ദാനിയേൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഭാരങ്ങൾ വന്നപ്പോൾ, എതിർപ്പുകൾ വന്നപ്പോൾ ദാനിയേൽ പ്രാർത്ഥിച്ചു. ഞാൻ നമുക്ക് ദാനിയേലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് അതിൻ്റെ മുഖവരെയൊക്കെ ഞാൻ വിവരിക്കുന്നില്ല. പ്രശ്നമുണ്ടായതാണ്. മിണ്ടിയാൽ അനങ്ങിയാൽ പ്രാർത്ഥിച്ച സിംഹക്കുഴിയിൽ വലിച്ചെറിയുമെന്ന രാജകൽപ്പനയാണ്. എന്നാൽ അതിന് മുൻപിലൊന്നും ദാനിയേൽ പതറാൻ പോയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പ്രാർത്ഥന ഒതുക്കുവാൻ ഇവിടുത്തെ ഒരു നേതാവിനോ ഒരു രാഷ്ട്രപിതാവിനോ ഒന്നും സാധിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. നീ പ്രാർത്ഥനയെ നീ നിന്നാൽ, ഞങ്ങൾ ചെറുപ്പത്തിൽ ബാബു പുല്ലാട് ഞാനും KS സജ്ജനൊക്കെ പാടിയിട്ടുണ്ട്. അടിയുടെ മുൻപിൽ അറിയാം മോനെ, വെടിയുടെ മുൻപിൽ അറിയാം വെച്ചാ അച്ഛൻ ഞങ്ങളുടെ പഴയ ടീമാ. അടിയുടെ മുൻപിൽ വെടിയുടെ മുൻപിൽ തകരുകയില്ല യേശുവിൻ്റെ മാർഗം. ഞാനാണ് ചലിച്ച് പ്രസംഗിക്കുന്ന ആളാ. നിങ്ങളുടെ ഇരിപ്പ് കൊണ്ട് ഒതുങ്ങി നിൽക്കുന്ന അല്ലെ ചലിച്ചേന്. പ്രൈസ് ദി ലോർഡ്. കേട്ടോടാ മോനെ. അപ്പോൾ 14 സംഘത്തിന് 7-ാം വാക്യം അറിയാമോ? വായിക്കണ്ട, ഇങ്ങോട്ട് നോക്കാം. യഹോവ തൻ്റെ ജനത്തിൻ്റെ അറിയത്തില്ല. കരണം നോക്കണ്ട, ഇങ്ങോട്ട് നോക്കാം. യഹോവ തന്നെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ. ഇന്ന് രാവിലെ ഭാരമായ വന്ന ഞാനും നിങ്ങളും, നമ്മളെയൊക്കെ ജീവിതത്തിൽ വേദനയുമായി വന്ന മടങ്ങുമ്പോൾ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ, ഹല്ലേലൂയ, നിന്റെ വിഷയ കടഭാരം മാറ്റുവാൻ, നിന്നെ അലട്ടുന്ന വിഷയത്തിന്മേൽ മഞ്ഞും മഴയും അയച്ചു വിടുവിക്കാൻ ദൈവത്തിന്റെ കരം മതിയായതാണ്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഒരു ചരണം പാട്ട് പാടിക്കുക, കൈകളടിച്ച് പാടിക്കുക. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലി ഗ്ലോറി മനസ്സലിയും ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ എല്ലാ രോഗങ്ങൾക്കും ഭാരം ചുമക്കും
ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കും. ഇന്നും എന്നേക്കും എൻ്റെ ഹല്ലേലൂയ. ദാനിയേൽ പ്രവാസിയായിരുന്ന കാലഘട്ടത്തിൽ ശുഭകരമായിരുന്ന ഒന്ന്, അവൻ്റെ ജീവിതം വിശുദ്ധിക്കായി ജീവിതം ഏൽപ്പിച്ചു. 2, പ്രശ്നങ്ങൾ വന്നപ്പോൾ പതിവ് തെറ്റാതെ അവൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇയ്യോബ് ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? തൻ്റെ പഴിച്ച ദുഷിച്ച സ്നേഹിതന്മാരെ ഓർത്ത് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു വാക്ക് പറയട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും. ഹല്ലേലൂയ. നിന്നെ എതിർക്കുകയും പഴിക്കുകയും ദുഷിക്കുകയും ചെയ്താലും നീ പേടിക്കണ്ട. ഒരു മർമ്മം പറയട്ടെ, ദാനിയേൽ പ്രാർത്ഥിച്ച വാചകം അറിഞ്ഞു രാജാവ്. അവനെ സിംഹക്കുഴി വലിച്ചെറിഞ്ഞു. സിംഹക്കുഴി വലിച്ച് എറിഞ്ഞു. അന്ന് രാത്രി ദാനിയേൽ ഉറങ്ങിയോ? രാജാവ് ഇവിടെ 2 ഗ്രൂപ്പാന്നു. ദാനിയേൽ സുഖമായി ഉറങ്ങി, രാജാവ് ഉറങ്ങിയില്ല. ട്രംപ് ഈ അടുത്ത ദിവസങ്ങൾ ഉറക്കമില്ലെന്ന് എൻ്റെ തോന്നൽ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ഇന്നലെ രാത്രി ഉറങ്ങിയോ? ഉറങ്ങിയെന്ന്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രത്യേകത, കട്ടിലിൻ്റെ പ്രത്യേകത, മെത്തയുടെ വലിപ്പമൊന്നുമല്ല. നമുക്ക് ഉറക്കം തരുന്ന ദൈവകൃപയെ സ്തോത്രം ചെയ്തേ. ദൈവമക്കൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിൽ സ്വസ്ഥത പകരാം ദൈവം. ദാനിയേൽ സിംഹക്കുഴി ചെല്ലുന്ന മുമ്പേ ദൈവം തൻ്റെ ദൂതനെ അയച്ച സിംഹത്തിൻ്റെ വായടച്ചു. അതിലൊരു മർമ്മം പറയുമ്പോൾ അന്യഭാഷ പറയുകയോ നൃത്തം ചെയ്തോ ചാടിക്കോ കുഴപ്പമില്ല. എനിക്കും നിങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ബിസിനസ്സിനും സ്ഥാപനത്തിനുമെതിരെ അനേകർ പലതരമായ കുഴികൾ ഒരുക്കും. ദാനിയേലിന്റെ മുൻപിൽ സിംഹക്കുഴി ഒരുക്കി. എന്നാൽ ഇവിടുത്തെ മനുഷ്യർ കുഴി ഒരുക്കാനേ പവറുള്ളൂ. സിംഹത്തിന്റെ വാ തുറക്കണോ അടയ്ക്കണോ നിശ്ചയിക്കുന്ന സ്വർഗത്തിലെ ദൈവമാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിനക്കെതിരെ കൊണ്ടുകൂടോത്രം ചെയ്താലും, ആരൊക്കെ പോരാടിയാലും, 1-ാം തീയതി ആര് കയറി വന്നാലും, ഏത് പക്ഷി ചെരച്ചാലും, 91-ാം സംഘത്തിന് 14-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടിവിക്കും. യേശുവിൻ്റെ നാമത്തിൽ, അറുക്കപ്പെട്ട നാമത്തിൽ, അത്ഭുതമായ നാമത്തിൽ നിന്നെ വിടിവിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദൈവം മതിയാവനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ എഴുന്നേറ്റ് മുന്നോടാ. പരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ, മരണദിനം വരുമളവിൽ മറഞ്ഞിടുന്നേ. മരണദിനം വരുമളവിൽ മറഞ്ഞിടുന്നേ. അനുഗ്രഹത്തെ നദിപതിയെ ആനന്ദകൃപ. എൻ്റെ ഏറ്റവും പ്രിയങ്കനായ കുഞ്ഞാനുജനാണ് അയ്യപ്പ. ഞാൻ കൂടി ഒത്തിരി പ്രോഗ്രാം, റിവൈവൽ, യൂത്ത് മൂവ്മെൻറ്റ് മുതൽ അനേക ടീമുമായി ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ഇനി മുനിസിപ്പൽ ഇലക്ഷൻ നിന്നേക്കരുത് ഭാര്യയും ഭർത്താവും. സ്തോത്രം. 2 പേര് സ്തോത്രം പറഞ്ഞില്ലല്ലോടാ. അവരുടെ പ്രിയമുള്ള വിശ്വാസികളെ, ദൈവമക്കളെ, ദൈവജനങ്ങളെ, ഇങ്ങോട്ട് നോക്കേ. ഞാൻ പച്ചയ്ക്ക് മുഖം നോക്കി പറയുന്ന ആളാണ്. ദാനിയേൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ പ്രാർത്ഥിച്ചു. സമൂഹത്തിൻ്റെ ദൈവം അടച്ചു. ഒരു മർമ്മം പറയട്ടെ, എന്നെ നോക്കി. ദാനിയേൽ സുഖമായി ഉറങ്ങി. 2 ചിന്ത പറഞ്ഞു. 1, പ്രശ്നങ്ങളിൽ പ്രാർത്ഥിച്ചു. 1, ജീവിത വിശുദ്ധിക്കായി ഉടമ്പടി ചെയ്തു. 3, 6-ാം അധ്യായം 21, 22 വാക്യം വായിച്ച് നിർത്താം. എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച, അടുത്ത വാക്ക, അവന്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവൻ രാജാവേ. മതി. എൻ്റെ മുഖത്ത് നോക്കിയേ.
മൂന്നാമത്തെ പോയിന്റ് പറയുവാണ്. ശത്രുവായ രാജാവ്, സിംഹക്കുഴി വലിച്ചെറിഞ്ഞ രാജാവ് ദാനിയേലിന്റെ അടുത്ത് വന്നു, ദാനിയേലേ എന്ന് വിളിച്ചു. മറുപടി, രാജാവിനെ അനുഗ്രഹിക്കുക. രാജാവിന് നമ്മുടെ പട്ടിക്ക് വിഷം കൊടുത്ത പൊന്നമ്മ വിളിച്ചാൽ എന്തു ചെയ്യും? നിങ്ങൾ ഈ അയലോക്കത്തൊക്കെ ഇരിക്കുന്ന കുടുംബങ്ങളോട് പിണക്കുണ്ടോ? ഉണ്ടോന്നെ? ഗ്ലോറി. ഇതൊന്നുമല്ല പറഞ്ഞത്. സ്നേഹം കൊടുത്താലേ സ്നേഹം ലഭിക്കുകയുള്ളൂ. ഞാൻ കുന്നിമത്തായി വരെ കുത്തിയിട്ടുള്ള ചോരമുണ്ട കരമാണ് എൻ്റെ കരം. എത്രയോ കേസ് ഞാൻ പ്രതിയായി ജീവിച്ച ആളാണ്. 107 കിലോ വെയിറ്റ് ഉള്ളപ്പോൾ 1974 സെപ്റ്റംബർ മാസം 1-ാം തീയതി ഞായറാഴ്ച രാത്രിയിൽ KV ചെറിയച്ഛൻ്റെ പ്രസംഗത്തിൽ എൻ്റെ ജീവിതം സമർപ്പിച്ചു. എൻ്റെ പള്ളിയിലെ വികാരി അച്ഛൻ പറഞ്ഞു, ജോയിയുടെ മദ്യപാനവും കടാരിയും അടിപിടിയും വിട്ടുകളയാൻ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ കർത്താവിനെ സമർപ്പിച്ചു. എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്ന എല്ലാവരോടും ക്ഷമ ചോദിച്ചു. അച്ഛന്മാരെന്നെ പഠിപ്പിച്ചു വളർത്തി ഈ സഭയോട് ചേർന്ന് അതിൻ്റെ പ്രമാണങ്ങൾ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ചോദിക്കട്ടെ, അമ്മായിമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാത്ത ഒറ്റ മരുമകൾ സ്തോത്രം പറഞ്ഞേക്കരുത്. എല്ലാം മോർച്ചറി ഇരിക്കുന്നവരിരുന്ന് പോയല്ലോ. പലരുടെയും ചിരി നോക്കിയിട്ട് അമ്മായിമ്മ ഇല്ലെന്ന് തോന്നുന്നു. എന്നാ സ്തോത്രം ചെയ്യണം. ഇങ്ങോട്ട് നോക്കേ, കയ്യടിയും ചാട്ടവും കുർബാനയും ഒന്നുമല്ല, അതൊക്കെ വേണം, അതെല്ലാം ചെയ്യണം. ബേഥലഹേമിൽ ജനിച്ച് മനസ്സിൽ വളർന്ന ക്രൂസിൽ യാഗമായി തീർന്ന കർത്താവിൻ്റെ സ്നേഹം പരസ്പരം ഇടുക. നമുക്ക് ജാതിയോ മതമോ സഭയോ ഒന്നും വ്യത്യാസമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രൂസിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പുല്ലാട്ട പ്ലെയിൻ ആക്സിഡൻറ്റിൽ മരിച്ച കുഞ്ഞിൻ്റെ ആ മോടെ അമ്മയും അവിടെ ആങ്ങളമാരും കുഞ്ഞുങ്ങളുമുള്ള വീട്, ആ വീടിനോട് ചേർന്നാണ് CSAയിലെ വില്യം എബ്രഹാം അച്ഛൻ താമസിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്താണ്. എന്നാൽ RSSലെ സഹോദരന്മാർ, NSSൻ്റെ സഹോദരന്മാർ, മാർത്തോമാ മെത്രാപ്പോലിത്ത മുതൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ആ ഭവനത്തെ സന്ദർശിച്ചപ്പോൾ അവർക്ക് കണ്ട കാഴ്ച ഏറ്റവും ആ CSAയിലെ വില്യം എബ്രഹാം അച്ഛൻ്റെ സേവനമാണ്. അവർക്ക് വേണ്ടിയ ഭക്ഷണ രീതികളെല്ലാം അച്ഛനും കുടുംബവും ഹെൽപ്പ് ചെയ്യുന്നു. വളരെ ഞാൻ അച്ഛൻ്റെ വീട്ടിൽ കയറി കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, നമുക്ക് ജാതിയോ മതമോ സഭയില്ല, മറ്റുള്ളവരെ കരുതുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കാരോടും വൈരാഗ്യം വേണ്ട. തരംഗത്തിൽ വന്ന ദൈവമക്കൾ എല്ലാ ഞായറാഴ്ച നിങ്ങളുടെ പള്ളികളുമായി ബന്ധപ്പെട്ട നമുക്കിഷ്ടമില്ലാത്ത പല ഘടകങ്ങൾ കാണും. മനഃപൂർവ്വമായി ക്ഷമിക്കുക. മനഃപൂർവ്വമായി ഒരു പാട്ടുകാരൻ പാടിയല്ല, ഒരു ചരണം കൈയടിക്കാതെ പാടുകയും, ഇത്രമാ സ്നേഹത്തെ എത്ര തള്ളി ഞാൻ, ഇത്രമാ സ്നേഹത്തെ ഈ മഹാപാപത്തെ ദൈവമേ, ആമേൻ. ഈ മഹാപാപത്തെ ദൈവമേ. നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ കാണും അല്ലേ? ഒരു സ്ത്രീയെ ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഭർത്താവ് മദ്യപാനി, പുള്ളിയെ ഉപദേശിക്കാൻ എന്നെ പള്ളി ചെന്നപ്പോൾ പറഞ്ഞത്, ഞാൻ ഇവിടെ ചെന്നപ്പം അവർ പറഞ്ഞു, എന്നെ 28 വർഷം ഇവിടെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ അമ്മാച്ചൻ മാവേലിക്കര ഒരു കല്യാണം ആലോചിച്ചതാണ്. ഉറയ്ക്കാൻ നേരത്താണ് എന്നെ ഇവിടെ കൊണ്ട് കെട്ടിച്ചത്. അപ്പം 28 വർഷമായിട്ടും ഉറയ്ക്കാൻ തുടങ്ങിയ കല്യാണം ഓർത്തിരിക്കുക, ഇപ്പോഴും പിടികിട്ടിയില്ല. ഞാൻ കൊണ്ട് നോക്കി എൻ്റെ മൊത്തോട്ട് ആരോടും വൈരാഗ്യമുണ്ടോ? ഉണ്ടോ തന്നെ? ദൈവമക്കൾ, കൂട്ടായ്മക്കാർ, വിശ്വാസികൾ, വിശുദ്ധ കുർബാന കൊള്ളുന്നവർ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കാനും മറക്കുവാനും തയ്യാറായാൽ, ഒരു പടി നമ്മൾ വിനയപ്പെട്ട മറ്റുള്ളവരെ കരുതിയാൽ 100 മടങ്ങ് നമ്മെ ആദരിക്കാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അനുഭവങ്ങൾ വിവരിച്ചു പറയുന്നില്ല, ഞാൻ കടക്കുന്നില്ല, സമയം പോയല്ലോ. 3 ചിന്ത പറഞ്ഞു. 1, പ്രവാസിയായ ശുഭകരമായി ജീവിച്ച ദാനിയേൽ അവൻ്റെ ജീവിതം വിശുദ്ധിക്കായി ഉടമ്പടി ചെയ്തു. 2, പ്രശ്നങ്ങളിൽ അവൻ പ്രാർത്ഥിച്ചു. എങ്ങനെ മക്കളെ പ്രാർത്ഥിച്ചത്? പ്രതികൂലങ്ങളിൽ പതിവ് മുടക്കാതെ പ്രാർത്ഥിച്ചു. 3, അവനെ തകർക്കാൻ ശ്രമിച്ച ശത്രുവായ രാജാവിനെ അവൻ അനുഗ്രഹിച്ചു. 4, ആ വായിച്ച വാക്യത്തിലുണ്ട്,
വേണേ ഒന്നുകൂടെ വായിച്ചാട്ടെ എല്ലാവരും, മക്കളെടുത്തേ വായിച്ചു. ദാനിയേൽ 6:21-22 വായിച്ചേ. നിങ്ങൾ എല്ലാവരും വായിച്ച ശരിയാ, ഇപ്പഴാ ഉണർവ് തുടങ്ങിയതാ, നിർത്താൻ പോവാ അല്ലേ? ദാനിയേൽ 6:21 വായിച്ച 22. രാജാവിനോട് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച അടുത്ത വാക്ക നാലാമത്തെ പോയിന്റ് ഞാൻ ഇങ്ങനെ പറയും. എന്നെ മുഖത്ത് നോക്കിയേ. രാജാവിനോട് ദാനിയേൽ പറഞ്ഞു, എന്നെ ദൈവം തന്റെ ദൂതനെ അയച്ച് എന്നെ വിടിവിച്ച ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. വിടിവിച്ച ദൈവത്തെ ഉയർത്തുന്നു. സ്തോത്രം. വിടിവിച്ച ദൈവത്തെ ഉയർത്തുന്നു. ദാവീദ് പറഞ്ഞു, എൻ മനമേ യഹോവേ, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരം ഒന്നും നമ്മുടെ താഴ്ചയിൽ ഓർത്തവനായ ദൈവം. നമുക്ക് കുറച്ച് നാളെയുള്ള ഈ പണമൊക്കെ ഇങ്ങനെ ആയിട്ടാണ്. നമുക്ക് ദൈവം എന്ന് പറയാൻ നമ്മുടെ സഭയിൽ ഈ തരംഗത്തിൻ്റെ പ്രാരംഭം മുതൽ ഞാൻ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും എനിക്ക് വലിയ ക്യാമ്പസും വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥാപനമാണ്. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത് നമ്മുടെ ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ നമ്മുടെ വിടുവിച്ച ദൈവം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഈ പഴയ കാര്യം അറിയത്തില്ല. കപ്പ, ചക്ക, കഞ്ഞി. കുഞ്ഞുങ്ങൾക്കൊന്നും കരുണയ്ക്കും കുറുവയ്ക്കും അറിയാം അല്ലേ മക്കളെ? അല്ലേ അച്ഛൻ പഠിപ്പിക്കും, അല്ലേ ബീന കൊച്ചൻ പഠിപ്പിക്കും. നമുക്ക് നമ്മുടെ ഷേപ്പ് തന്നെ ഇപ്പം മാറിയല്ലേ? 90 വയസ്സുള്ള കളവയും ചുരിദറിട്ടാണ് നടക്കുന്നത്. നാളെ ഒരു അമ്മാമ്മ ചോദിച്ചു, ജോയി എനിക്ക് ചേരുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പറയാൻ തേങ്ങ കയറുന്ന പോലെ നിൽക്കുന്നത്. എന്തോ ചെയ്യാനൊക്കെ. ചുരിദാറൊക്കെ നല്ലതാണ്. അത് ഇടുന്ന സ്ത്രീകൾക്ക് എത്ര ഭംഗിയാണ് ഡ്രസ്സ്. നല്ല ഡ്രസ്സാണ് ചുരിദാറ. എന്നാൽ ഒത്തിരി പ്രായമുള്ളവരൊക്കെ അതിട്ടാൽ വലിയ വൃത്തികേടാ. അത് പഞ്ചാബി ഇട്ടാലും ആറാമി ഇട്ടാലും ആരിട്ടാലും അത് ചുരിദാർ ഇടുന്നത് നല്ലതാണ്. തെറ്റാന്ന് ഞാൻ പറഞ്ഞോ മക്കളെ? എന്നാൽ ഒത്തിരി പ്രായമുള്ളവർ ഒക്കെ വല്യമ്മമാരൊക്കെ ഇട്ടാൽ ഇത് കണ്ട ഒരു അഭംഗിയാണ്. ഞാൻ ഈ അമ്മച്ചി അമേരിക്കയിലേക്ക് പോയിച്ച് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ ശൈലിയൊക്കെ മാറി. ഞാൻ 50 വർഷമായി ഈ കൺവെൻഷൻ പ്രസംഗ മേഖലയിലേക്കായിട്ട്. ഇപ്പോഴത്തെ സുവിശേഷകരൊക്കെ വലിയ ഹൈടെക് ലെവലിലാണ്. ഒന്നുമില്ല. നമ്മളെയൊക്കെ ദൈവം നടത്തി. സ്തോത്രം. ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ, ഒരു നല്ല വീട് വെക്കുവാൻ, ഒരു നല്ല സ്കൂട്ടർ മേടിക്കാൻ, സൈക്കിൾ കാറല്ല സ്കൂട്ടർ. ഞാൻ ഇതിൻ്റെ അക്കരെ മാരാമണ്ണ് മാടോല്യ വീട്ടിലെയാണ്. പുല്ലാട്ടറിയപ്പെടുന്ന പൊൻവേരിൽ ദൈവം നമ്മെ എല്ലാം ഉയർത്തിയതാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്വി. അവൻ നല്ലവനല്ലോ. അവൻ്റെ ദൈവം ഉയർത്തിയിരിക്കുമ്പോൾ, ദൈവം ആദരിച്ചപ്പോൾ, ദൈവം മാനിച്ചപ്പോൾ, മലങ്കര മർത്തോമാ സുറിയാനി സഭ ജനങ്ങളെ, ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവി, ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടിവിപ്പാൻ ആരുമില്ല. ഞാനും വൈപ്പും കൂടിയൊക്കെ കർണാടകയിലെ ചില ഗ്രാമങ്ങളിൽ കൺവെൻഷൻ പ്രസംഗരുമായി ബന്ധപ്പെട്ട് പോയി. മലബാർ കർണാടക മേഖലയിൽ നമ്മുടെ പിതാക്കന്മാർ, വൈദികന്മാർ, സുവിശേഷകർ, തിയോഡോസസ് തിരുമേനി ആ കർണാടകയിലൊക്കെ ഇരുന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ട് വേലയ്ക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുകയാണ്. അതൊക്കെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ദൈവം നമ്മളെ ഉയർത്തിയിരിക്കുമ്പോൾ ദൈവത്തെ ഒരിക്കലും ഞാൻ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ലണ്ടനിൽ സെൻറ്റ് ജോൺസ് മാർത്തോമ പള്ളി ഉൾപ്പെടെ അനേക പള്ളികളിൽ പ്രസംഗിക്കാൻ പോയി. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൻ്റെ ചാൾസ് രാജാവ് ഇപ്പോൾ താമസിക്കുന്ന കൊട്ടാരത്തിൽ ചെന്നപ്പോൾ പോലീസിൽ നിന്ന് അച്ഛന്മാരാ കൊണ്ടുപോയതാണ്. പോലീസ് പറഞ്ഞു ഇവിടെ രാജാവ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബക്കിംഗ്ഹാം കൊട്ടാരത്തെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടേ ഉള്ളൂ. അമ്മ റാണി, ഭൂലോകത്തെ നയിച്ച അമ്മ റാണി താമസിച്ച വീട്. പിന്നാണ് എലിസബത്ത് രാജ്ഞി 70 വർഷക്കാലം ബ്രിട്ടനിൽ നയിച്ച എലിസബത്ത് രാജ്ഞി. അവിടെ മകനാണ് ചാൾസിൻ്റെ വീടിൻ്റെ മുൻപിൽ ഞാൻ നിന്നു. ഗേറ്റിനോട് നിന്ന് പല പ്രസംഗം എഴുതിയെടുത്തു. ഇംഗ്ലണ്ടിൻ്റെ ചരിത്രങ്ങളൊക്കെ. ചാൾസ് എന്നെ വിളിക്കാഞ്ഞതുകൊണ്ട് വീട്ടിൽ കയറാനൊത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ചാൾസ് അവിടെ പോയിട്ടുണ്ടോ വെച്ചാൽ ഞാനിവിടെ പോയി പുറത്തു. ഇങ്ങോട്ടൊക്കെ ഭൂമിയിലെ ഏറ്റവും വലിയ കൊട്ടാരമാണ്. അതിനെന്നാ ചെങ്ങന്നൂർ ഏത് വീടാ? എന്നാ
സഭയിലേത് വീടായെന്നാ? ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും ജീവിത വിശുദ്ധിയില്ല എങ്കിൽ നരകത്തിൽ അടിമപ്പെട്ടു പോകും. സ്തോത്രം, ഹല്ലേലൂയ. തരംഗത്തിൽ നിങ്ങൾ ഇത്രയും പേര് വന്നല്ലോ. ഈ മഴയുടെ പ്രയാസം പിടിച്ച നിങ്ങളെ ദൈവം ആദരിക്കാൻ മതിയാവണം. സ്തോത്രം ചെയ്യുക, ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം കൈവിടത്തില്ല. ഞാനൊരു മോന +2 പഠനം കഴിഞ്ഞ സെന്റ് സ്റ്റീഫൻ കോളേജിൽ പഠിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ആ മോനോട്, അവൻ്റെ പിതാവ് ഒരു അച്ഛനാണ്, ആ മോനെ എന്നെ വിളിച്ച ലൈവായി കാണുകയെങ്കിൽ അവനിപ്പം കാണുമായിരിക്കും. ഞാൻ പറഞ്ഞു, മക്കളെ നീ സെന്റ് സ്റ്റീഫൻ കോളേജിൽ പഠിക്കാൻ പോവുകയാണ്, നീ മിടുക്കനായി പഠിച്ച് ജോലിയാകും, നീ മാർത്തോമാ സഭയെ മറക്കരുത്, നിന്റെ ദശാംശമൊക്കെ സഭയ്ക്ക് നീ കൊടുക്കണം. അവനങ്ങനെ സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് പഠിച്ചു, CA കംപ്ലീറ്റ് ചെയ്തു, IT-യുടെ വലിയ മേധാവിയായി. ലോകത്തിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന കമ്പനിയുടെ ഒരു മേധാവിയാണ്. അമേരിക്ക ന്യൂയോർക്കിൽ മൻഹാട്ടിൽ. ഞാൻ പ്രാർത്ഥിച്ച ഉപദേശം കൊടുത്ത് വിട്ടു, മോനെ നിനക്ക് ലഭിക്കുന്ന പണം കർത്താവിൻ്റെ വേലയ്ക്കായി കൊടുക്കണം. സ്തോത്രം. 10 സ്വർണ്ണവളയുണ്ട്, ഒരു വള ഊരി ചെങ്ങന്നൂർ മാവിലേക്ക് ഭദ്രാസ വേലയ്ക്ക് കൊടുക്കണം. സ്തോത്രം. ഈ വളയെല്ലാം പാത്തു വെക്കുക. വള മാത്രമല്ല, പണം മാത്രമല്ല, നമ്മുടെ ശബ്ദം. ആ മോൻ്റെ പേര് ജോൺ ഫിലിപ്പ് എന്നാണ്. 6 വർഷത്തിന് മുമ്പേ നമ്മുടെ MCAഡിൽ, മാർത്തോമാ സഭയുടെ MCAഡിൽ 1 കോടി രൂപ അയച്ചു. KG ജോസഫ് അച്ഛൻ സഭാ സെക്രട്ടറി, എൻ്റെ ഭാര്യയുടെ ആംഗളയാ, സഭാ സെക്രട്ടറി ആയിരിക്കും. അച്ഛൻ പറഞ്ഞു അതിന് പലിശ കൂട്ടി 1,19 ലക്ഷം രൂപ MCAഡിക്ക് കിട്ടി. നമ്മുടെ ഈ കോവിഡിൻ്റെ മഹാമാരിയിൽ അവൻ്റെ കൂട്ടുകാർ, നമ്മുടെ വെല്ലൂരിലെ ഡോക്ടർമാർ ജോൺ ഫിലിപ്പിന് മെസ്സേജ് കൊടുത്തു. ഇവിടെ പാവങ്ങൾ, ഈ വെല്ലൂർ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള അനേക പാവം പിടിച്ച കുട്ടികൾ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ജോൺ ഫിലിപ്പ് 1.5 കോടി രൂപ അയച്ചു കൊടുത്തു. എൻ്റെ ഓർമ്മയിൽ പോട്ടെ, ഞങ്ങൾ വിവരിക്കും, 2.5 കോടി കൊടുത്തു. നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലി കിട്ടിയാൽ നമ്മുടെ തരംഗത്തെയും ചെങ്ങന്നൂർ മാവേലിക്കരെയും നമ്മുടെ മാർത്തോമാ സഭയെ മറക്കരുത്. സ്തോത്രം. സ്തോത്രം എല്ലാം കുറഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മെ കരുതുന്ന ദാനിയേൽ പറഞ്ഞു, രാജാവേ എന്നെ, മക്കൾ 2 പേരും പഠിച്ചു കഴിഞ്ഞോ, നല്ല ജോലി കിട്ടട്ടെ, അനുഗ്രഹമായിരിക്കട്ടെ. അവരുടെ പ്രിയപ്പെട്ട ഇതിന് ഭദ്രാസൻ്റെ സെക്രട്ടറിയായി ഇതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ്റെ കഴിവുകൾ കണ്ടാൽ അച്ഛൻ കല്യാണം കഴിച്ചില്ലേ ബിഷപ്പായി പോയി. അച്ഛമ്മ പിണങ്ങരുതേ. അപ്പോൾ ഏറ്റവും മെച്ചമായും അനുഗ്രഹമായും ദൈവം അച്ഛനെ, കൊച്ചമ്മയെ, പൈതങ്ങളെ, നമ്മെ എല്ലാവരെയും ഒരു ദൂതുണ്ട്, സഭയ്ക്കൊരു ദൂതുണ്ട്, മാർത്തോമാ സഭയ്ക്കൊരു ദൂതുണ്ട്. മൊത്തം നമ്മെ വീണ്ടെടുത്ത് വിടിപ്പിച്ച് നടത്തിയ ദൈവത്തെ മറക്കാതിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അവൻ്റെ ന്യായപ്രമാണങ്ങൾ, അവൻ്റെ പ്രമാണങ്ങൾ മറക്കരുത്. നമ്മെ ഉയർത്തിയതായ ദൈവത്തിൻ്റെ നാമം, ഈ അത്ഭുത നാമത്തെ ഉയർത്തി സ്തോത്രം ചെയ്യുക. ദാനിയേൽ വിടിപ്പിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നെ മാനിക്കുന്നവരെ ഞാൻ, എന്നെ നിന്ദിക്കുന്നവർ, കർത്താവേ, ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ വീണ്ടെടുത്ത് വേർതിരിച്ച് ശുദ്ധീകരിച്ച് ഞങ്ങൾ ഇന്ന് വരെ നടത്തിയ ദൈവത്തിന് കോടി കോടി സ്തോത്രം. 2025 7-ാം മാസം 2-ാം തീയതി ദിനത്തിൽ തരംഗത്തിൽ ഞങ്ങളെ നടത്തിയ ദൈവം, ഹല്ലേലൂയ. ഏറ്റവും അവസാനമായി ദാനിയേൽ പുസ്തകം 6-ാം അധ്യായം 28-ാമത്തെ വാക്യം. എന്നാൽ ദാനിയേൽ ദാരിയാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരേസിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. കർത്താവേ, ദൈവമക്കളായ നമ്മൾ ശുഭകരമായി ഫലകരമായി ദൈവകൃപയിൽ നിലനിന്ന് അനുഗ്രഹപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് പ്രാർത്ഥിക്കാനാരെ ഒരുങ്ങിക്കാട്ടാം. ഈ രാവിലെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനോട് ചേർന്ന ഈ തരംഗ ഹോളിൽ അവനെ ആരാധിക്കാൻ കൃപ പറഞ്ഞു. എല്ലാവരും നാവ് കൊണ്ട് സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ വീണ്ടെടുത്ത, വിടിപ്പിച്ച, ഉയർത്തി നടത്തിയ ഒരു ദൈവം ജീവിക്കുന്നു. ദാനിയേൽ പറഞ്ഞു, എന്നെ രക്ഷിച്ച ഒരു ദൈവം ജീവിക്കുന്നു, എന്നെ ഉയർത്തിയ ഒരു ദൈവം ജീവിക്കുന്നു. ഞങ്ങളുടെ താഴ്ചയിൽ, ഞങ്ങളുടെ രോഗത്തിൽ, ഞങ്ങളുടെ കടഭാരത്തിൽ, ഞങ്ങളുടെ ഞെരുക്കത്തിൽ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവം ജീവിക്കുന്നു. ദാനിയേൽ മറ്റുള്ളവരെ സ്നേഹിക്കുക മാത്രമല്ല,
അവൻ അധികമായി പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ വന്ന ദൈവമക്കൾ നമ്മുടെ ഭദ്രാസനത്തിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, ദാനിയേലിനെ പോലെ എന്ത് പ്രശ്നം വന്നാലും പതിവ് മുടക്കാതെ പ്രാർത്ഥിക്കാൻ ഞാൻ ഏറ്റവും ഊന്നി പറഞ്ഞതാ. അവൻ്റെ ജീവിതം വിശുദ്ധിക്കായി സമർപ്പിച്ചു. ഞാനും എന്നെ തന്നെ സമർപ്പിക്കുവാണ്. കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ രഹസ്യ ബെഡ്റൂം ഒക്കെ വിശുദ്ധമായി ജീവിക്കുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലും കോളേജിലും ഞങ്ങളുടെ ബിസിനസ് മേഖലയിലും ഒരു വേർപെട്ട ജീവിതം ഹല്ലേലൂയ താവ് സഹായിക്കണമേ. നമ്മൾ ഞായറാഴ്ച വിശുദ്ധ കുർബാന കൊള്ളുമ്പോൾ വിശുദ്ധിയോടെ ആ അർപ്പണത്തിലേക്ക് നീങ്ങുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. തരംഗത്തിന് ഡയറക്ടറായിരിക്കുന്ന ഭദ്രാസന സെക്രട്ടറി അച്ഛനെ ഓർത്ത് സ്തോത്രം. എനിക്ക് വേദി ക്രമീകരിച്ച പ്രിയപ്പെട്ട അച്ഛനോടും കൊച്ചമ്മയോടും കുഞ്ഞുങ്ങളോടും ഇവിടെയുള്ള സുവിശേഷകരോടും രഞ്ജി അച്ഛനോടും ഭദ്രാസന അധിപനായ കൂർലസിനുവേണ്ടിയോടും നന്ദിയുണ്ട്. ഞാൻ നിങ്ങളുടെ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഭദ്രാസനം മാത്രമല്ല, നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. കേരളത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഒറ്റ വ്യവസ്ഥയാണ്, കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഒരു വിശുദ്ധിയുടെ അനുഭവത്തിൽ ഉടമ്പടി ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. മൽപ്പാനച്ഛൻ്റെ ദൈവമേ, കോവൂരച്ഛൻ്റെ ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവമേ, കൊട്ടാരത്തിലെ അച്ഛൻ്റെ ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരെ നയിച്ച ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഒരർപ്പണത്തോടെ ഗാനങ്ങൾ, കൈകൾ ഒന്നും അടിക്കാതെ ഒരു ചരണം പാട്ട് പാടിക്കേ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമാ പുത്രനെ നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. ആമേ കൃപയ്ക്കായി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എല്ലാവരും കണ്ണടച്ചിരിക്കുവാണല്ലോ. ജീവിതം ശുഭകരമായിരിക്കാൻ, ഞങ്ങളുടെ ജീവിതം ഒരുപടിയുടെ വിശുദ്ധിക്കായി, പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായി, സേവനത്തിനായി, സ്നേഹത്തിനായി ഞങ്ങളെ ഏൽപ്പിക്കുക. ആഗ്രഹിക്കുന്ന ഒരു കരമുയർത്തിക്ക്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്ലീസ് എഴുന്നേറ്റ് നിന്ന് ആ പാട്ട് പാടാം. എല്ലാവരും എഴുന്നേറ്റ് കണ്ണടച്ചുകൊണ്ട് പാട്ട് പാടണം. ആരും കണ്ണ് തുറക്കരുത്. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ച നിന്റെ പുത്രനെ നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. നിന്മഹാ കൃപയ്ക്കായി എല്ലാവരും രണ്ട് കരമുയർത്തി ആ പാട്ടിൻ്റെ ആദ്യ ചരണം പാടാം. ആരും കണ്ണ് തുറക്കാതെ രണ്ട് കരമുയർത്തി എല്ലാവരും നാവ് തുറന്ന് പാടിക്ക്. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ച പുത്രനെ നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. നിന്മഹാ കൃപയ്ക്കായി നിന്നെ
എല്ലാവരും കരങ്ങൾ ഉയർത്തി, എല്ലാവരും നാവ് കൊണ്ട് സ്തോത്രം ചെയ്തിട്ട, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുക. ഈ തരംഗത്തിൽ ഒരാത്മ ചൈതന്യമായി മടങ്ങുവാൻ, ഈ ഭദ്രാസനത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ, കൂർലോസിനിമേനിയെ, ഈ സെക്രട്ടറി അച്ഛനെ, എല്ലാ വൈദികന്മാരെ, എല്ലാ സുവിശേഷകരെ, എല്ലാ ജനങ്ങളുമേ മലങ്കര മാർത്തോമ സഭയെ ദൈവം മറക്കരുത്. മെത്രാപ്പോലിത്ത മുതൽ എല്ലാവരുടെ മേൽ ഒരു അനുഗ്രഹം പകരുവാൻ, തേജോമാനായ ദൈവത്തിന്റെ മടങ്ങി വരും അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ ഉണർവോട് മുന്നേറാൻ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥന. കൈകൾ താത്തിടാം. നിങ്ങൾ എല്ലാവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, ഈ സ്ഥാപനത്തെയും, അച്ഛനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കും.